വല്ലാതെ മൗനിയായിപ്പോയ ഒരു മനുഷ്യനായിട്ടാണ് വിശുദ്ധ യൗസേപ്പിതാവിനെ നാം കാണുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മൗനങ്ങളിൽ ദൈവം ശബ്ദിച്ചിരുന്നു. ദൈവമേ, നീ ശബ്ദിക്കാൻ വേണ്ടി ഞാനിതാ നിശബ്ദനാകുന്നു എന്ന് പറയുന്നത് പോലെ തോന്നും. നമ്മുടെ ദൈവം കോലാഹലങ്ങളുടെ ദൈവമല്ല. അവിടുന്ന് നമ്മെ കാണേണ്ടതിന് അല്പമൊന്ന് ശാന്തമാകാം. തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും മികവും കൊണ്ടാകണം വിശുദ്ധ യൗസേപ്പിതാവിനെ തച്ചൻ എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ അറിയുമായിരുന്നു. അധ്വാനം ആരാധനയാക്കാമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച വിശുദ്ധ യൗസേപ്പ് ഇന്ന് നമ്മോട് പറയുന്നുണ്ട്, ഏറെയൊന്നും സംസാരിക്കേണ്ടതില്ല, പകരം പറയാനുള്ളത് ജീവിച്ചു കാണിച്ചാൽ മതി എന്ന്. അദ്ദേഹം ചെയ്തതൊക്കെയും ഉണ്ണിയേശുവിന് വേണ്ടിയായിരുന്നു. അതും 100% ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടെ. ഇന്ന് വചനം ജീവിക്കാം. നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവേൻ. വിശുദ്ധ ലൂക്ക 17:10.